നമസ്കാരം സർ. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? പ്രചരണം നല്ല ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ തന്നെ പോകുന്നു. നല്ല ചെല്ലുന്ന ഇടത്തൊക്കെ നല്ല പ്രതികരണമുണ്ട്. ഇക്കുറി നമുക്കിവിടെ പിടിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ഒരു പ്രതികരണം കാണുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഒരു മാറ്റം ഉണ്ടാവും. ജനങ്ങളിലേക്കിടയിൽ ചെല്ലുമ്പോൾ അവർ ചേർത്ത് പിടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും 2 തവണ ജനപ്രതിനിധിയായി മത്സരിച്ച ഒരു പരിചയത്തിൻ്റെ ഭാഗമായി എനിക്ക് അനുകൂലമായി ഇത്തവണ വൈക്കം UDF-നൊപ്പമാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഉറപ്പായിട്ടും ആ ഒരു കോവിഡ് സമയങ്ങളിൽ സാറിൻ്റെ ഇടപെടൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും CPIയുടെ കുത്തക മണ്ഡലമായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നും UDF-ൻ്റെ ഒരു 3800ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം കൃത്യമായിട്ട് സ്ഥാപിക്കാൻ സാറിന് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് വരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അല്ല, അതാണ് എനിക്ക് ടീം UDF ഇതുപോലെ ഒരു സാധാരണക്കാരനായ എനിക്ക് ഈ സീറ്റ് നൽകാനുള്ളൊരു വലിയ ഒരു ഘടകം അത് തന്നെയാണ്. വർഷങ്ങളായി വലിയ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരുന്ന CPIയുടെ സീറ്റാണ്. ആ സീറ്റിൽ ഇത്രയും ഒരു ചെറിയ മാർജിനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് എൻ്റെ സഹപ്രവർത്തകർ എന്നോട് കാണിച്ചിട്ടുള്ള ഒരു കരുതലും ചേർത്ത് നിർത്തലിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ ഡിസംബർ മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ ചെന്ന ഇടങ്ങളിലെല്ലാം ഇവരുടെ ബാലികാല മലയെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ CPIയുടെ കോട്ടയെന്ന് അവകാശപ്പെടുന്ന ഉദയനാപുരമാണ്. പക്ഷേ ഉദയനാപുരത്തൊക്കെ വലിയ ഒരു സ്വീകാര്യത എനിക്ക് കിട്ടി. അത് തീർച്ചയായും എന്നിൽ വലിയൊരു ചുമതല അർപ്പിക്കപ്പെടാൻ. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉറപ്പായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിന് മൊത്തത്തിൽ കേരളത്തിലെ മൊത്തം നോക്കി കാണുമ്പോൾ ഉറപ്പായിട്ടും അതിനെ പ്രതിഫലിക്കില്ലേ ഈ ഒരു? തീർച്ചയായിട്ടും ഉണ്ട്. ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഇത്ര സ്വീകാര്യത കിട്ടുന്നത്. കാരണം വെച്ചാൽ പലപ്പോഴും ചെല്ലുമ്പോൾ ചില CPM-ൻ്റെ LDF-ൻ്റെ എന്നൊക്കെ പറയുന്ന കോട്ടകൾ എന്ന് പറയുന്ന പ്രദേശത്ത് ചെല്ലുമ്പോൾ അവരൊരു വലിയ മാറ്റം അനിവാര്യമാണ് എന്ന് തിരിച്ചറിയുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വൈക്കത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ വൈക്കത്ത് അവിടെ ഇവിടെ ചില പാലങ്ങൾ വന്നു എന്നല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ വന്നതല്ലാതെ ഒരു ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തക്ക ഉതകുന്ന എന്താണുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ചറിയാം. ഇപ്പം ഇവിടെ പാർട്ടിയുടെ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ മഹാത്മാഗാന്ധിജി ഇവിടെ വന്നാൽ ഇപ്പോഴും ആ സെയിം ഇടത്തിലേക്ക് പുള്ളിക്ക് എളുപ്പത്തിൽ ചെല്ലാമെന്ന് പറയുന്നത് തമാശയായിട്ട് പറയുന്നതല്ല. ഇത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നിങ്ങളൊരു 10 വർഷങ്ങൾക്ക് ഇവിടെ വൈക്കത്തുകാരുടെ ഒരു വലിയ ഒരിടമാണ്. ഇത്രയൊരു പുണ്യഭൂമിയിൽ ഇത്രയും സാധ്യതകളുള്ളൊരു സ്ഥലത്ത് എന്നുവെച്ചാൽ വ്യവസായം തുടങ്ങാനാണെങ്കിലും ഒരു തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടൂറിസമായിട്ട് ഏറ്റവും കൂടി അനുയോജ്യമായ ഒരു സ്ഥലമാണ് വൈക്കം. ഏറ്റവും കൂടി തീരപ്രദേശങ്ങൾ. പിന്നെ ഇവിടുത്തെ ഉള്ള നല്ല നല്ല ജനങ്ങൾ പെട്ടിട്ടില്ല, ഒരിക്കലും പെട്ടിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് ഇന്ന് കിട്ടുന്നത് 10 വർഷങ്ങൾക്ക് ശേഷമാണ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഞാനിപ്പോൾ 5 വയസ്സായി ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സൈക്കിള് ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് സൈക്കിൾ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ മറ്റേ കോളേജ് പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ അപ്പൂപ്പനായിരിക്കുമ്പോൾ സൈക്കിൾ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ ഒരു അവസ്ഥയായി. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ 10 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടേണ്ട അല്ലെങ്കിൽ 20 വർഷം മുമ്പ് കിട്ടേണ്ട കാര്യം ഇപ്പം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടുത്തെ സാധാരണക്കാരെ ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള ഒരു വികസനമോ ഒരു മാതൃകാപരമായ ഏതെങ്കിലും ഒരു തൊഴിൽ സംരംഭം ഉണ്ടോ? ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത് ഇപ്പോൾ കയർ മേഖല. ഇവിടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന കയർ മേഖലയാണ്. മാസക്കണക്കിന് പൈസ കഴിഞ്ഞിട്ട് പണി ചെയ്ത് മാസങ്ങൾക്കായിട്ട് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ കൈത്തറി മേഖലകൾ. ഇപ്പോൾ ഉദയനാപുരം ഭാഗത്ത് ഇപ്പോൾ ഞാൻ മത്സരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഉദയനാപുരം വൈക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അവിടെയൊക്കെ നിരവധി കൈത്തറി നൂൽ നോക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ അവർക്ക് പൈസ കിട്ടുന്നില്ല. ഇൻസെൻറ്റീവ് കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ നിർത്തലാക്കി. അതൊക്കെ വലിയ ദുരിതത്തിലാണ് അതുങ്ങളുടെ ആ പാവപ്പെട്ട ഒരു ജനതയുടെ ജീവിതം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പോൾ ഇപ്പോൾ എപ്പോഴും സാധാരണക്കാരനെന്ന് പറയുന്നതിനകത്ത് തെറ്റിദ്ധരിക്കരുത്. കാരണം അവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. അല്ല, സാധാരണക്കാരന് വേണ്ടിയിട്ടൊരു ജനപ്രതിനിധി വരുന്നു എന്നുള്ളത് തന്നെ ഇത്രയും നാൾ നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് ശരിക്കും നമുക്ക് വേണ്ടി ഭരിക്കാൻ ഒരാളെ തെരഞ്ഞെടുക്കുന്നതിന് പകരം നമ്മളെ ഭരിക്കാനുള്ളവരെ വന്നുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ ഈ തൊഴിലുറപ്പ് ഞാൻ പഞ്ചായത്ത് ജനപ്രതിനിധി ആയതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എൻ്റെ വാർഡിൽ അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മുഴുവൻ എൻ്റെ 15 വാർഡുണ്ടായിരുന്നു. 15 വാർഡിലും തൊഴിലുറപ്പ് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും തൊഴിൽ ദിനങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് പോയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അവിടെയുള്ള തലയാഴം പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ ഇടപെട്ടിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അവരെന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ പരിണിത ഫലമാണ് എനിക്ക് ഈ സ്ഥാനാർത്ഥിത്വം കിട്ടിയതെന്ന് ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ UDF ടീം
അവർ തിരിച്ചറിഞ്ഞത് അതുകൊണ്ടാണ്. അവരിപ്പം ഓരോരുത്തരുടെ സാമ്പിൾ സർവേ നടക്കുന്ന സമയത്ത് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജനങ്ങളിൽ ഇറങ്ങി ചെന്നിട്ടുണ്ട്. പിന്നെ കോവിഡ് സമയത്ത് ചെയ്ത കാര്യങ്ങൾ ഇത് ആഗ്രഹിച്ചുകൊണ്ടൊന്നും ചെയ്തതല്ല. ഞാനൊരു പൊതുപ്രവർത്തന രംഗത്ത് സ്ഥിരമായി എനിക്ക് താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ചെറുതേലും വല്ല KS-യിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും അതുപോലെ പാർട്ടി തലത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരാളാണ്. അതിനകത്ത് കുറേയധികം സാധാ രീതിയിലൊക്കെ നിന്നിട്ടും എനിക്ക് വലിയൊരു അംഗീകാരമാണ് പാർട്ടി തന്നത്. ശരിക്കും ടീം UDF മുന്നോട്ട് വെച്ചിരിക്കുന്നത് ശരിക്കും സാധാരണക്കാരൻ എന്നുള്ളൊരു ഇത് താങ്കൾ ആവർത്തിക്കപ്പെടുന്നു എന്ന് പറഞ്ഞെങ്കിലും സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോലെയുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളെ അറിയാവുന്ന ഒരാൾ ഇതുപോലൊരു സ്ഥാനത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് വൈക്കംകാർ. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത്രയും നാൾ CPIയുടെ ഒക്കെ കുത്തകയായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ UDF അധികാരത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ വരും എന്ന 100% ഉറപ്പ് ഞങ്ങൾക്കും തോന്നുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രതികരണം കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വൈക്കത്തെ ജനങ്ങൾക്ക് സാറിന് കൊടുക്കാനുള്ള ഒരു ഉറപ്പ് എന്താണ്, അവരുടെ മുന്നിലേക്ക് വെക്കാനുള്ളൊരു കാര്യം? പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ജനപ്രതിനിധികൾ പലപ്പോഴും അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ പലപ്പോഴും ഒരാളെ കേൾക്കാൻ തയ്യാറാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പേഷ്യൻ്റായി ഒരാളെ അവർ പറയുന്നതെന്നെങ്കിലും ഇപ്പം നമ്മളൊന്നും ചെയ്തു കൊടുക്കണ്ട. ഇപ്പോൾ മാഡം ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടു, അത് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും, പക്ഷേ അതൊന്ന് കേൾക്കാനുള്ള മനസ്സ് പലപ്പോഴും കണ്ടതായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാൻ കാര്യങ്ങൾ കേൾക്കാൻ പലപ്പോഴും ഞാൻ തയ്യാറായതിൻ്റെ ഭാഗമായിട്ടാണ് അവരെന്നോട് സ്നേഹം കാണിച്ചിട്ടുള്ളതെന്ന് പലപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്നെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ അകത്ത് ഏതറ്റം വരെയും ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്. കോവിഡ് സമയത്ത് ഞാൻ ഇപ്പം മാഡം ചോദിച്ചുകൊണ്ട് പറയുകയാണ്, തലയാരം പഞ്ചായത്തിൻ്റെ കോവിഡ് സമയത്താണ് ഞാൻ ഭരണത്തിൽ കയറുന്നത്. ആ സമയത്ത് ഇപ്പം പറയാമോ എന്ന് എനിക്കറിയില്ല, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാവരും ടീം വർക്കാണ്, എൻ്റെ മാത്രം വലിയ ഇതൊന്നുമല്ല, ടീമായിട്ട് ചേർത്തിണക്കി പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ അകത്ത് ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞ് അത് മേടിക്കാനുള്ളത് ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള പഞ്ചായത്ത് കേരളത്തിൽ തന്നെ 13ാം സ്ഥാനത്തേക്കോ, എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല, അത്രയും സ്ഥാനത്തേക്ക് വന്നു. പിന്നെ കോട്ടയം ജില്ലയിൽ 3ാം സ്ഥാനത്തേക്ക് വന്നു. അതൊന്നും അത്ര നിസ്സാരമായിട്ട് ഞാൻ കാണുന്നില്ല. അതിനകത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ഒപ്പം നിന്ന പഞ്ചായത്ത് സെക്രട്ടറി അടക്കം അവിടുത്തെ ജീവനക്കാരടക്കം എൻ്റെ ഒപ്പമുണ്ട ജനപ്രതിനിധികൾ എല്ലാവരും കൂട്ടായ ഒരു ശ്രമം. അപ്പോൾ ഞാനും ഉദ്ദേശിക്കുന്നത് അതാണ്. വൈക്കത്തിന് നിരവധി സാധ്യതകളുണ്ട്, ഒത്തിരി അധികം സാധ്യതകളുണ്ട്. അതിനകത്ത് ഇവിടെ തന്നെ ഒത്തിരി റിസോഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെയുള്ള വൈക്കം എന്ന് പറയുന്നത് ശരിക്കും കോട്ടയത്തിൻ്റെ സാംസ്കാരികത ഉൾക്കൊണ്ടു പോകുന്ന വലിയൊരു ചരിത്ര ഭൂമിയാണ്. ആ ചരിത്ര ഭൂമിയിൽ ഒത്തിരി അധികം സമ്പത്തുണ്ട്. ആ സമ്പത്തെല്ലാം കൂട്ടിയിണക്കി ഇവിടെ അതിനെക്കുറിച്ച് അറിയാവുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവരെയൊക്കെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് അവരുടെ അഭിപ്രായങ്ങളും കൂടി കേട്ട് ക്രോഡീകരിച്ച് വൈക്കത്തിന് എന്ത് മാറ്റം വരുത്തണം എന്ന് അവരോട് ചോദിച്ച് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. കാരണം വെച്ചാൽ അവരുടെ ഒരാളായി നിന്ന് പ്രവർത്തിക്കാനാണ് എപ്പോഴും ഒരു ജനപ്രതിയായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് വിജയിക്കും. തീർച്ചയായും വൈക്കത്തിനായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ പ്രദേശത്തുള്ള വൈക്കത്തുകാരുടെ മനം അറിഞ്ഞ് അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് അവർക്ക് വേണ്ടി, അതായത് സാധാരണ ജനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവരോട് ചോദിച്ചിട്ടല്ലേ ചെയ്യണം. ഇത് പലപ്പോഴും പഞ്ചായത്ത് പദ്ധതി വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിർബന്ധിത പദ്ധതികളാണ്. 1 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ അവർ പറയും 1 ലക്ഷം രൂപ എങ്ങനെ ചെലവാക്കണമെന്ന്, അല്ലേ? ഇപ്പം നേരെ മറിച്ച് പഞ്ചായത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നതിനേക്കാൾ ഉണ്ടെങ്കിൽ പോലും പഞ്ചായത്തിന് ടൈഡ് ഫണ്ടുകളാണ് കൂടുതൽ തരുന്നത്. അതിൻ്റെ അത് കൃത്യമായി സെക്ടർ തിരിച്ച് ഇന്ന കാര്യങ്ങൾക്കെന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു അപ്പർ കുട്ടനാട് മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെയുള്ള ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എത്രയും എതിർപ്പ് വരാനുള്ള കാര്യം ഞാൻ രാപകലന്ത്യോളം പണിയെടുത്ത് കഷ്ടപ്പെട്ട് സാധാരണക്കാരൻ ഒരു കർഷകൻ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് ഒന്നാമത്തെ കാര്യം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അനുസരിച്ചുള്ള വില കിട്ടുന്നില്ല. ആ വില കിട്ടുന്നത് പോട്ടെ, ഇപ്പോൾ താര എന്ന് പറയുന്നത് കറവലി എന്നൊക്കെ പറഞ്ഞ സംഭവം ഉള്ളതുകൊണ്ട് അവർ അതിന് 100 കിലോ അളക്കുമ്പോൾ 10 കിലോ 15 കിലോ എന്ന് പറഞ്ഞിട്ട് കുറയ്ക്കുകയാണ്. അങ്ങനെ കുറയ്ക്കുമ്പോൾ എന്ത് പറ്റും? കർഷകന് 1 രൂപ പോലും ലാഭമില്ലാതെ അവൻ ഒരു കടക്കിണിയിലേക്ക് തള്ളപ്പെടുമ്പോൾ എന്ത് ചെയ്യും? അവൻ ബാങ്കിൽ വലിയ ബാധ്യതയായി. ഇപ്പോൾ എത്ര പേര് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇവിടെ അപ്പുറക്കോട്ടെ നമ്മുടെ ചുറ്റുവട്ടത്ത്, അതായത് ഈ കുമരകം ഭാഗം
അല്ലെങ്കിൽ കല്ലറ ഭാഗമൊക്കെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തലയാഴത്ത് തന്നെ ഇഷ്ടംമാതിരി കൃഷികൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഞാനിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിട്ട ഒരാളാണ്. അപ്പോൾ പക്ഷെ എന്നാൽ പോലും ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അല്ലെങ്കിൽ ഉൽപ്പന്നം ഏറ്റെടുക്കാൻ തയ്യാറല്ല. അതവിടെ കിടന്ന് കിളുത്തുപോയ എത്രയോ അവസ്ഥയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വരെ ഇപ്പോഴും നെല്ലെടുക്കാത്ത സ്ഥലങ്ങളുണ്ട്. അതൊരു വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായി ഇടപെടാൻ നമ്മുടെ പല ജനപ്രതിനിധികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അല്ല, ഉറപ്പായിട്ടും കാർഷിക പ്രതിസന്ധി നിൽക്കുമ്പോൾ തന്നെ സാറ് പറഞ്ഞ ഒരു വലിയൊരു ആശയത്തെ ഞാൻ ഉൾക്കൊള്ളുകയാണ്. നമ്മളിപ്പോൾ പല സർവേകളും എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ അടുത്തും നമ്മൾ സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവർ തന്നെ അവർക്ക് വേണ്ട സൊല്യൂഷൻസ് പറയുന്നുണ്ട്. പക്ഷെ ഒരുവിധപ്പെട്ട ജനപ്രതിനിധികൾ ആരും തന്നെ അല്ലെങ്കിൽ നമ്മുടെ MLA-മാരായിട്ട് നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ആൾക്കാരും സാധാരണക്കാരിലേക്ക് വന്നിട്ട് അവർക്ക് എന്ത് മാറ്റാൻ വേണ്ടതെന്ന് ചോദിക്കുന്നില്ല. ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കിനെ പറ്റിയിട്ടൊക്കെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സിന് കൂടുതൽ നമ്മൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ താഴ്ന്ന സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരാൻ ഒരു ജനപ്രതിനിധി തയ്യാറാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സാറിന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈക്കം ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നു സാറിൽ. തീർച്ചയായും ഇപ്പോൾ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി എല്ലാവരും ചേർന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വിജയസാധ്യത വളരെ കൂടുതലാണ്. കാരണം വെച്ചാൽ അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമായിരിക്കും, ഒത്തിരി പേര് കൂടുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ. എന്നാലും നല്ലതിലേക്ക് ഒരു ചൂണ്ടിക്കാണിക്കുവാൻ, നല്ലതിലേക്ക് എത്തിച്ചേരുവാൻ വലിയ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി അത് നടക്കും. പക്ഷേ ഇച്ചിരി ഡിലേ വരുമായിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു തൊഴിൽ സംരംഭം എന്ന് പറയാനൊന്നുമില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള പ്രദേശമാണ്. പക്ഷെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം കിട്ടുന്നില്ല. ഇപ്പോൾ ഇത് കുറേ പേർക്ക് തൊഴിലില്ലാതെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും ഇതിന് ശ്രമിക്കുമ്പോൾ അതിനകത്ത് സമ്പത്തില്ല. അവർക്ക് ഒരു നിത്യച്ചെലവിനുള്ള തുക പോലും കിട്ടുന്നില്ല. അതുപോലെ തന്നെ കക്ക വരുന്നവരുണ്ട്, കക്ക കിട്ടുന്നില്ല. കാരണം ആളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഒരു 1000 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 500 രൂപയ്ക്കും പോലും തികയുന്നില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെ നിരവധി ഈ പ്രദേശത്ത് ചൂണ്ടിക്കാണിക്കാൻ നിരവധിയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു കൃത്യമായ സൊല്യൂഷൻ വേണം. അത് കൃത്യമായി അവതരിപ്പിക്കാനുള്ളൊരു പ്രോജക്റ്റോ അല്ലെങ്കിൽ അതിനൊരു പദ്ധതി ആസൂത്രണമോ ഒക്കെ ചെയ്ത് അതിനൊരു പ്രത്യേക സ്റ്റഡി നടത്തണം. അതിനൊന്നും സാഹചര്യമില്ല. അത്ര ഒരു രീതിയിലാണ് പോകുന്നത്. ഇത് കുറേ തുക കിട്ടും, എവിടെയെങ്കിലും കുറേ റോഡുകൾക്ക് കൊണ്ട് കൊടുക്കും എന്നല്ലാതെ എന്താണ് ചെയ്തിട്ടുള്ളത്? നിങ്ങളൊന്ന് പരിശോധിച്ച് ചൂണ്ടിക്കാണിക്കാൻ, ഒന്ന് എടുത്തു കാണിക്കുവാൻ ഇത് ഇന്നതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പാലം പണിതതൊക്കെ ചരിത്രമൊക്കെ പറയുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് കൊണ്ടുവന്ന ആളാണ്. അതിനുശേഷം തുടർന്ന് വരുന്ന സർക്കാരാണോ അത് അവർ ചെയ്യും. ഞാൻ ഈ പാലം പണിതു എന്ന് പറയുന്ന പെരുമ്പളംകാരിയാണ്. ഞാൻ ജനിച്ചു വീണത് ഇവിടെ വൈക്കത്ത് ഹോസ്പിറ്റലിലുമാണ്. അപ്പം വൈക്കത്തിന് എന്ത് വികസനം വന്നു എന്ന് ചോദിച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജനിച്ചു വീണ വൈക്കം ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് സാർ പറയുന്നത് പോലെ വലിയൊരു വികസനത്തിലേക്ക് പോകണമെങ്കിൽ ജനങ്ങൾ തന്നെ നമ്മൾക്ക് എന്ത് വികസനം വേണം എന്നുള്ളത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അത് അറിഞ്ഞ് ചെയ്യാനായിട്ടൊരു ജനപ്രതിനിധി അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ള ഒരാൾ വേണം. തീർച്ചയായിട്ടും അറിവുള്ള ജനതയാണ് വൈക്കംകാരല്ല. ഇപ്പോൾ കേരളത്തിലുള്ള മുഴുവൻ പേരും അറിവുള്ള സംഭരണം. പക്ഷേ അവരുടെ ആ അറിവിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പലപ്പോഴും കഴിയുന്നില്ല. എന്നാൽ ഇവിടെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പോലും കൂടുതൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള കഴിവുള്ള ആൾക്കാരാണ്. വൈക്കത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇപ്പോഴും ഒരു സാഹിത്യമൊക്കെ കലർത്തി പറയുകയാണെങ്കിൽ വികസനത്തിന്റെ ഒരു വലിയ സംഭവങ്ങളൊന്നും കടക്കാത്ത ഗ്രാമീണതയുള്ള ദേശം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ വികസനം കടന്നു വരേണ്ട സമയം അതിക്രമിച്ചു പോയി. തീർച്ചയായും നമ്മൾ 50 വർഷം പിന്നിലാണ്. പറയുമ്പോൾ നമ്മൾ കുറെ 50 വർഷം മുമ്പ് തീരേണ്ട പാലങ്ങൾ, 50 വർഷം മുമ്പ് തീരേണ്ട ഓരോ രീതികൾ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. ഞാൻ പറയട്ടെ, ഇപ്പം എനിക്ക് 45 വയസ്സായി. എനിക്ക് കിട്ടേണ്ട 45 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സിൽ കിട്ടേണ്ട കാര്യം 45 വയസ്സിന് ശേഷം കിട്ടിയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അത് ആ ഒരു വലിയ തലമുറ, ഇപ്പോഴത്തെ യുവതലമുറ ഇപ്പോൾ അവിടെ ഇവിടെ കളിക്കാൻ, ഞാനൊക്കെ കളിസ്ഥലങ്ങൾ പ്രദേശം മുഴുവൻ കളിസ്ഥലങ്ങളുമായിട്ട് വൈകുന്നേരങ്ങളിൽ സ്കൂളിലോ കോളേജിലോ പോയതിന് ശേഷം നമ്മൾ കളിക്കുക ഒരു ആരോഗ്യം ഉണ്ടാകുന്നതിൻ്റെ ഒരു വലിയ ഉറവിടമായിരുന്നു. പിന്നെ ഈ മറ്റു കൂട്ടുകെട്ടുകളിലേക്ക് പോകാതെ ഇപ്പോൾ ഇവിടെ വൈക്കത്തെ സംബന്ധിച്ചോ പൊതു ഇടങ്ങളിൽ കാണുന്നത് നമ്മുടെ ചെറുപ്പക്കാർ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അവർക്ക് മൊബൈൽ മതി. നമ്മുടെ വീട്ടിൽ പോലും അവരൊരു കോക്കസിലേക്ക് ഒതുങ്ങി പോയിരിക്കുക. അവരുടെ ചിന്താധാരയൊന്നും ആരും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല. അവർ അവരുടേതായ കുറേ കോണുകളിൽ ഇങ്ങനെ സഞ്ചരിക്കുക. അല്ലേ? ശരിയാ, മനസ്സിലായോ? ഞാൻ കാട് കയറിയൊന്നും പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വികസനം. അവരെ ഒന്നും ഒരിക്കലും തള്ളിക്കളയാൻ നമ്മൾ ചിന്തിക്കേണ്ടത് അവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന അവർക്ക് അനുയോജ്യമായ രീതിയിൽ എങ്ങനെ ഇത് കൊണ്ടുപോകാം, അവരെ കൂടി ചേർത്ത് പിടിച്ചു പോകണം. ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ യുവാക്കളെയും യുവതികളെയൊക്കെ ചേർത്ത് പിടിച്ചു പോകാൻ പറ്റുന്ന ഒരു നൂതനമായ രീതിയിലേക്ക് അവരെ കൂടി ശ്രദ്ധിച്ചാൽ, അവരെ ചേർത്ത് പിടിച്ചാൽ
അവരൊന്നും വഴിതെറ്റി പോവില്ല. ഉറപ്പായിട്ടും സാർ. ഇപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചു നിർത്തിക്കോട്ടെ. UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ സൈഡിൽ നിന്നാണെങ്കിലും കെ സുധാകരൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ ഓരോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊട്ടിത്തെറിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും ഇപ്പോൾ ഓക്കെ ആയിട്ട് തന്നെ ടീം UDF ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ വൈക്കത്തിനെ സംബന്ധിച്ച് കേട്ടത് സണ്ണിയും കപ്പിക്കാടിൻ്റെ ഒരു വിഷയമായിരുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിൽ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നതെന്ന് കൂടി. സണ്ണി സാറിനെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഞാൻ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്, അതിരമ്പുഴയിലാണ് ഞാൻ പഠിക്കുന്നത്. അദ്ദേഹം അവിടെ നിരവധി ഡിസ്കഷനായിട്ടും ഡിബേറ്റിനും ഒക്കെ ആയിട്ട് വരുന്ന ആളാണ്. എന്നെക്കാളും വലിയ മനുഷ്യനാണ്, ചിന്താശേഷിയുള്ള, പുസ്തകം എഴുതുന്ന. ഞാൻ അദ്ദേഹത്തിൻ്റെ എടുക്കൽ വളരെ ചെറിയ ഒരാളാണ്. അദ്ദേഹത്തെ പോലൊരു മനുഷ്യനെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലൊരാളെ പറ്റി പറയാൻ ഞാൻ ആളല്ല. കാരണം വെച്ചാൽ അത് അദ്ദേഹവും മറ്റുള്ള രീതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് UDF ടീം, അതായത് എൻ്റെ ബഹുമാനപ്പെട്ട നേതൃത്വം അല്ലെങ്കിൽ ഉന്നതാധികാര സമിതികളൊക്കെ എന്നിൽ കണ്ടത് എൻ്റെ ഈ പ്രദേശത്തുള്ള വൈക്കംകാരായ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന, അവരെ കരുതലോടെ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ അവരെന്നിൽ കാണിച്ചിട്ടുള്ള ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ കൊണ്ടാണ് ഈ ഒരു സീറ്റ് കിട്ടിയത്. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ എനിക്ക് കിട്ടുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായും അത് ജയിക്കുക, തീർച്ചയായിട്ടും അതിനകത്ത് മറ്റുള്ളതൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തെ പോലൊരാൾക്ക് സീറ്റ് കിട്ടുന്നതിനൊന്നും ഞാൻ എതിരില്ല. പക്ഷേ ഞാൻ സീറ്റിനായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും വൈക്കത്തുകാരോട് ചേർന്ന് നിന്ന് പോകണം എന്നുള്ളൊരു പൊതുപ്രവർത്തന രംഗത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീൽഡാണ്. ഞാൻ ഇന്നുവരെ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നതിനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എന്നെക്കൊണ്ട് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കാം എന്നാണ് ഇപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. ഇനി പറയുന്നവർക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ നാടായ തലയാഴം ഗ്രാമപഞ്ചായത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ പോയി അന്വേഷിച്ചാൽ അറിയാം. ഏത് സമയത്തും നിങ്ങളും അന്വേഷിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും അവിടെയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ സുഹൃത്തുക്കളാണ്. അവരെ ചേർത്ത് നിർത്തി അവരെനിക്ക് തന്നിട്ടുള്ള സ്നേഹവും ബഹുമാനവും കരുതലും ഒക്കെ തന്നെയാണ് ഇന്ന് വരെ. ഞാൻ എൻ്റെ കോളേജിൽ പോയി. ഞാൻ പഠിച്ചത് കൊതോറ കോളേജിലാണ്. എൻ്റെ അധ്യാപകരെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ ഫീലിംഗാണ് വരുന്നത്. അവരത്രയും എന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ള അധ്യാപകരാണ്. അപ്പോൾ ശരിക്കും ഞാനിന്ന് അവിടെ പോയപ്പോൾ എനിക്ക് സങ്കടം തോന്നി. എനിക്ക് എന്നെ ചേർത്ത് പിടിച്ച അധ്യാപകരെയൊക്കെ കാണുമ്പോൾ. എന്തായാലും അവസാനമായിട്ട് മൊത്തത്തിൽ നമ്മളിപ്പോൾ വൈക്കം നമ്മളെടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെ നിൽക്കുമ്പോൾ കേരളം മൊത്തത്തിലൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF കേരളത്തിൽ മൊത്തം ഒരു തരംഗം സൃഷ്ടിക്കും, ഒരു പുതിയ അധികാരമാറ്റം ഉറപ്പായിട്ടും വരും എന്നുള്ള അവസ്ഥയിൽ ഇപ്പോഴുള്ള ഒരു കേരള സർക്കാരിനെ പറ്റിയിട്ട് അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഭരണം മാറ്റങ്ങൾ പറ്റിയിട്ട്. അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ഒരു സ്വീകാര്യത കിട്ടുന്നത്. അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എൻ്റെ ഒരൊറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് എവിടെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിൽ നിന്നും നമുക്കൊരവസരത്തിനായി ശ്രമിക്കുകയാണ്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വൈക്കം പിടിച്ചെടുക്കുക. എനിക്ക് വൈക്കത്തെ ഒരു ജനപ്രതിയാകാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ ഞാൻ ഈ സാധാരണക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ തലമുറ അല്ലെങ്കിൽ എന്നേലും ചെറുപ്പക്കാരായിട്ടുള്ള യുവതികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കുക, അവരുടെ സംരക്ഷണം കൂടുതൽ എങ്ങനെ ഏത് രീതിയിൽ മെച്ചപ്പെടുത്തുക, ആരെയും സപ്രസ് ചെയ്തിട്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത്, യുവാക്കളെയും യുവതികളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നാളെ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ സുരക്ഷിതമായി നടക്കത്തക്ക രീതിയിൽ ഒരു നല്ല വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലുണ്ടാവണം. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയലായിട്ടുള്ള യാതൊന്നും വൈക്കത്തില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഒരു തൊഴിൽ മേഖലയെന്ന് പറയാൻ എന്താ ഉള്ളത്? ഈ നമ്മുടെ പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള ഒരു തൊഴിൽ മേഖലയെ നമുക്ക് ഇവിടെ ഉള്ളൂ. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയോ, വേറെ ഏതാണുള്ളത്? ഒരു തൊഴിൽ മേഖലയില്ല. ഒരു 10 രൂപ കൂടുതൽ ഇപ്പൊ ഈ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും 300-400 രൂപ സംതിങ് അത് കിട്ടിക്കഴിയുമ്പം അതേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ഒരു 500 രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു 1000 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്തേക്കും ദൂര സ്ഥലങ്ങളിൽ പോയിട്ടാണ് നമ്മുടെ യുവതിയും യുവാക്കളും പണിയെടുക്കുന്നത്. ഇപ്പോൾ രാവിലെ നോക്കിയറിയാം ഏറ്റവും കൂടുതൽ പേര് പോകുന്നത് എറണാകുളത്തേക്കാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സംരംഭം ഉണ്ടെങ്കിൽ അതെത്രയും വരികയില്ല. ഇവരെല്ലാം ലോകം മുഴുവൻ പോയി 8, 9, 10 മണിക്ക് തിരിച്ചു വരേണ്ട ഒരവസ്ഥയില്ല. നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഈ 1-2 ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് കൊണ്ടുവന്ന പാലം, അത് പണി തീർക്കേണ്ടത് അടുത്ത ജനപ്രതി ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് തന്നെ ഇപ്പോൾ 10 വർഷമായി, 10 വർഷം കൂടുതൽ ആയി. അത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും എളുപ്പത്തിൽ എറണാകുളത്തേക്ക് പോകേണ്ട സാഹചര്യം ഒരുക്കി കിട്ടേണ്ട നമുക്കത് കിട്ടിയിട്ടില്ല. അത് ഒക്കെ പോരായ്മയല്ലേ?
എന്തായാലും ഇവിടെ ടൂറിസം മേഖലയും വ്യവസായ മേഖലയ്ക്കും ഒക്കെ ഒരുപാട് സാഹചര്യം സാധ്യതകളും ഉണ്ട്. ഉള്ള വൈക്കത്തിന് ഏറ്റവും കൂടുതൽ ഇവിടെ തൊഴിൽ ആണ് ഇപ്പോൾ ഏറ്റവും പ്രശ്നം. തൊഴിൽ ഇപ്പം നമ്മുടെ പുഴകളെല്ലാം നിറഞ്ഞു തിങ്ങി കിടക്കുക. ചരല് വരുന്നില്ല. ചരല് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചിരുന്നത് സമ്പന്നരായിട്ടുള്ളതെന്ന് വിചാരിച്ചോ. പക്ഷേ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ പണം കിട്ടിയിരുന്നത് ചരൽ വാര മേഖലയാണ്. ഇപ്പോൾ ചരല് വാരുന്നില്ല. ചരലെല്ലാം വന്ന് അടിഞ്ഞ് നമ്മുടെ തോടുകളും പുഴകളും ഒക്കെ നിറഞ്ഞ് വെള്ളം ശേഖരിക്കാൻ പറ്റാതെ അവസ്ഥയിലാണ്. സംഭരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി, പെട്ടെന്ന് ഫ്ലഡ് വരുമ്പോഴത്തേക്ക്, ഫ്ലഡ് ബാധിച്ച ഒരാളാണ് ഞാൻ, എൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടില്ലാത്ത ഒരാളാണ്, പക്ഷെ മുറ്ററ്റം വെള്ളം കയറേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഇതൊക്കെ ലക്ഷങ്ങളും കോടികളും ഒക്കെ വേണ്ടതാണ്. പക്ഷേ എന്നാൽ പോലും ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജലാശയങ്ങളെല്ലാം ക്ലീൻ ആവണം. ഇതൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല. കുറേ പദ്ധതികൾ അവിടെ ഇവിടെയൊക്കെ കുറേ കല്ലുകെട്ട് നടത്തുന്നതല്ലാതെ ഒന്നും നടന്നിട്ടില്ല. പാടശേഖരങ്ങൾ സംരക്ഷിക്കാനോ കർഷകരെ കൂടുതൽ സംരക്ഷിക്കാനോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും കൃത്യമായിട്ടും വൈക്കത്തിൻ്റെ വികസനത്തിന് എല്ലാ രീതിയിലും കൃത്യമായ വീക്ഷണമുള്ള ഒരാൾ തന്നെ ഉറപ്പായിട്ടും ജനനായകനായിട്ട് വരട്ടെ. എല്ലാ ഓക്കെ, താങ്ക് യു വെരി മച്ച്. വിജയാശംസകളും സർ. ഓക്കെ.